ഹായ് എല്ലാവർക്കും അക്കാഡമിക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കോഡിംഗ് ഡീകോഡിങ്ങിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കി നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? ആദ്യത്തെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറയുമ്പം ഫയർ ഈസ് കോഡഡ് ആസ് DGPC. വാട്ട് വിൽ ബി ദി ലാസ്റ്റ് ലെറ്റർ ഓഫ് ദ കോഡഡ് വേർഡ് ഓഫ് ഷോർട്ടിൻ്റെ കോഡഡ് വേർഡിൻ്റെ ലാസ്റ്റ് ലെറ്റർ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് വേർഡ്സൊക്കെ ഒന്ന് എഴുതി നോക്കാം. ഫയർ, അത് കോഡ് ചെയ്തിട്ടുള്ളത് എന്തായിട്ടാണ്? DGPC. ഇനി നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് പ്ലേസ് വാല്യൂ ഒന്ന് എഴുതി നോക്കാം. എഫിൻ്റെ പ്ലേസ് വാല്യൂ 6 ആണ്, ഐൻ്റെ 9 ആണ്, ആറിൻ്റെ 18 ആണ്, ഇൻ്റെ 5 ആണ്, ഡിൻ്റെ 4 ആണ്, ജിൻ്റെ 7 ആണ്, പിൻ്റെ 16 ആണ്, സിൻ്റെ 3 ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ രണ്ട് ലെറ്റർ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡിജിറ്റും കമ്പയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 6 - 2 എന്ന് പറയുന്നതാണ് 4. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡ് ഡിജിറ്റ് കമ്പയർ ചെയ്യുമ്പോൾ 9 - 2 എന്ന് പറയുമ്പോൾ 7 ആയി. 18 - 2 16, 5 - 2 3. അപ്പോൾ നമുക്ക് കോഡ് മനസ്സിലായല്ലോ. ഫസ്റ്റ് ഡിജിറ്റിൽ നിന്ന് -2 ചെയ്ത് നമുക്ക് സെക്കൻഡ് ഡിജിറ്റ് കിട്ടും, അതായത് കോഡഡ് വാല്യൂ കിട്ടും. അതേ റൂള് നമുക്ക് ഈ ഷോർട്ടിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഷോർട്ട് നമ്മൾ മൊത്തം ചെയ്യേണ്ട, കാരണം എന്താ? ലാസ്റ്റ് ഡിജിറ്റിൻ്റെ പ്ലേസ് വാല്യൂ കോഡിൽ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്, എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുമ്പോൾ 20 ആണ് വരിക, T20. 20 - 2 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 18. 18 എന്ന് പറയുമ്പോൾ അത് എന്തിൻ്റെയാണ്? ഏത് ലെറ്ററിൻ്റെയാണ് വരിക? ആറിൻ്റെയാണ് 18. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വേഗം സമയം കളയാതെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് ഇതാണ്. ഇഫ് ടൂർ ഈസ് റിട്ടൺ ഇൻ എ സർട്ടൻ കോഡ് ആസ് 1 2 3 4, ക്ലിയർ ആസ് 5 6 7 8 4, സ്പെയർ ആസ് 9 0 8 4 7, വാട്ട് വിൽ ബി ദി ഫിഫ്ത്ത് ഡിജിറ്റ് ഫോർ ദി വേർഡ് സ്കൾപ്ചർ ഇൻ ദ സെയിം കോഡ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ ഫിഫ്ത്ത് ലെറ്റർ ആണ്. ഫിഫ്ത്ത് ലെറ്റർ എന്ന് പറയുമ്പോൾ 1 2 3 4 5, അതായത് പിൻ്റെ കോഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തെഴുതി നോക്കാം. ടൂർ നമുക്ക് ഇവിടെ തന്നെ എഴുതാം, 1 2 3 4. അത് കഴിഞ്ഞിട്ട് ക്ലിയർ അല്ലേ? ക്ലിയറിന് എന്താണ് കോഡ്? 5 6 7 8 4. അപ്പോൾ നമുക്കിവിടെ കാണുമ്പോൾ തന്നെ ലാസ്റ്റ് ലെറ്റർ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 6 4 6 4 എന്ന്. നമുക്കിനി അടുത്ത് എഴുതി നോക്കാം. തേർഡ് ലെറ്ററും കൂടെ ഇല്ലേ? തേർഡ് വേർഡ് എന്താ വരുന്നത്? സ്പെയർ അല്ലേ? തേർഡ് വേർഡ് സ്പെയർ. 9 0 8 4 7. ഇവിടെ എന്താണ് വരുന്നത്? 6 4 തന്നെയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ആറിൻ്റെ കോഡ് എന്ന് പറയുമ്പോൾ 4 ആണ്. പിന്നെ നമുക്ക് വേറൊരു അസംഷൻ കൂടെ എത്താൻ കഴിയും, അതായത് ടീൻ്റെ കറസ്പോണ്ടിങ് കോഡ് 1 ആയിരിക്കും, ടീൻ്റെ 1 ആയിരിക്കും, ഒയിൻ്റെ 2 ആയിരിക്കും, യുവിൻ്റെ 3 ആയിരിക്കും. എല്ലാത്തിൻ്റെ കറസ്പോണ്ടിങ് നമ്പർ തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ വേറെ ഓപ്പറേഷൻസ് കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാനില്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ട പിൻ്റെ കോഡാണല്ലോ. പിൻ്റെ കോഡ് എവിടെയാണ് നമുക്ക് പി വരുന്നത്? സ്പെയറിൽ പി വരുന്നുണ്ട്. പിൻ്റെ വാല്യൂ എത്രയാണ്? 0. നമ്മുടെ ആൻസർ 0 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇഫ് ഇൻ എ സെർട്ടൻ ലാംഗ്വേജ് പ്രോസ് ഈസ് കോഡഡ് ആസ് PPOQE, how is light is coded in that code?
ലൈറ്റിൻ്റെ കോഡാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊന്ന് ജസ്റ്റ് എഴുതി നോക്കാം. PROSC അത് കോഡ് ചെയ്തിട്ടുള്ള എങ്ങനെയാണ്? PPOQE. ഇതിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ എന്താ മനസ്സിലായി? ഫസ്റ്റത്തെ ലെറ്റർ അതേപോലെ തന്നെ എഴുതി. സെക്കൻഡ് ലെറ്ററിൽ എന്തോ ചേഞ്ച് വന്നിട്ടുണ്ട്. തേർഡ് ലെറ്റർ അതേപോലെ തന്നെ എഴുതി. ഫോർത്ത് ലെറ്ററിൽ എന്തോ ചേഞ്ച് വന്നിട്ടുണ്ട്. ഫിഫ്ത്ത് ലെറ്റർ അതേപോലെ തന്നെ എഴുതി. അപ്പം നമ്മൾ ഓപ്പറേഷൻ ചെയ്യേണ്ടത് ഏതിലാണ്? ആറിൽ ചെയ്യണം, എസ്സിലും ചെയ്യണം. നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് പ്ലേസ് വാല്യൂ എഴുതി നോക്കാം. 6ൻ്റെ 18, എസ്സിൻ്റെ 19. ഇവിടെ അത് പി ആയി. പിൻ്റെ വാല്യൂ എത്രയാണ്? 16. ക്യൂവിൻ്റെ വാല്യൂ എത്രയാണ്? 17. 18 എങ്ങനെ 16 ആവാം? -2 അല്ലേ? പിന്നെ അതേപോലെ തന്നെ 19 - 2 എന്ന് പറയുമ്പോൾ 17. അപ്പോൾ നമുക്ക് കോഡ് മനസ്സിലായി. ഫസ്റ്റത്തെ നോ ചേഞ്ച്, സെക്കൻഡ് ചേഞ്ച് -2, തേർഡ് നോ ചേഞ്ച്, ഫോർത്ത് -2, ഫിഫ്ത്ത് നോ ചേഞ്ച്. അതാണ് നമ്മുടെ കോഡ്. നമുക്കതൊന്ന് ഇനി ലൈറ്റിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ലൈറ്റാണല്ലോ നമുക്ക് കണ്ടുപിടിക്കണ്ടേ. LIGHT. എല്ലിനൊരു ചേഞ്ചും വരില്ല. ഫസ്റ്റ് നോ ചേഞ്ച്, സെക്കൻഡ് എന്താണ് വരിക? അതിൻ്റെ I9 അല്ലേ? അതിൻ്റെ വാല്യൂ എത്രയാണ്? 9. ജീൻ്റെ വാല്യൂ നോ ചേഞ്ച് ആണല്ലോ. നമുക്ക് ജി തന്നെ എഴുതാം. എച്ചിൻ്റെ വാല്യൂ 8 ആണല്ലോ. 9 - 2 എന്ന് പറയുമ്പം എന്താണ്? 7. 8 - 2 എന്ന് പറയുമ്പോൾ 6. ലാസ്റ്റത്തെ വാല്യൂ നോ ചേഞ്ച് ആണല്ലോ. അന്നേരം 7ൻ്റെ വാല്യൂ എത്ര വരിക? G7 ആണല്ലോ. പിന്നെ ജി ഓൾറെഡി ഉണ്ട്, നോ ചേഞ്ച് വന്ന ജി. പിന്നെ അത് 6 ആണ്. 6 എന്ന് പറയുമ്പോൾ F ആണല്ലോ 6 വരിക. പിന്നെ ലാസ്റ്റ് T നോ ചേഞ്ച്. അത് നമ്മുടെ ആൻസർ എന്ത് കിട്ടി? LGGFT. LGGFT ഏതാ വരുന്ന? ഓപ്ഷൻ C അല്ലേ? LGGFT. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ C ആണ്. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് നോക്കി നോക്കാം. സമ്മർ ഈസ് കോഡഡ് ആസ് റണ്ണർ. ദ കോഡ് ഫോർ വിൻ്റർ. വിൻ്ററിൻ്റെ കോഡാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്കതൊന്ന് എഴുതി നോക്കാം. സമ്മർ അതെന്താക്കി? റണ്ണറാക്കി. പിന്നെ അതേപോലെ തന്നെ കണ്ടുപിടിക്കേണ്ട വിൻ്റർ അല്ലേ? വിൻ്റർ എന്താണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഇത് രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നുണ്ടോ? നോക്കി നോക്ക്. ആറും ഇയും 6 കോമൺ ആണ്. പിന്നെ അതേപോലെ തന്നെ യുവും കോമൺ ആണ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി ഇതിലിങ്ങനെ കിട്ടുന്നുണ്ടോ. നമുക്ക് എസ്സിൻ്റെ പ്ലേസ് വാല്യൂ എഴുതി നോക്കാം. 90, 6 80, M 30, M 30, N 40, N 40. 19 എങ്ങനെ 18 ആയി? -1. 13 എങ്ങനെ 14 ആയി? +1. 13 എങ്ങനെ 14 ആയി? +1. ഈ റൂളൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടോ? സെക്കൻഡ് നോ ചേഞ്ച് ആണല്ലോ, ഫസ്റ്റ് കണ്ടീഷൻ പോലെ. ലാസ്റ്റത്തെ 2 നോ ചേഞ്ച്. അത് അതേപോലെ തന്നെ എഴുതി നോക്കാം. IER വരും. പിന്നെ W എന്ന് പറയുമ്പോൾ 23 ആണ്. 23 - 1 എന്ന് പറയുമ്പോൾ 22. 22ൻ്റെ ഏതിൻ്റെ ലെറ്ററാണ് 22 വരിക? V അല്ലേ 22? V. പിന്നെ അതേപോലെ തന്നെ Nൻ്റെ വാല്യൂ എത്രയാണ്? 40.
T20 അത് +1 അല്ലേ ചെയ്തേ, എന്നാലും ഇവിടെ 15 വരും. 15 എന്ന് പറയുമ്പോൾ O. പിന്നെ അതേപോലെ തന്നെ 20 + 1 എന്ന് പറയുമ്പോൾ 21, അതായത് U അല്ലേ 21. നമ്മുടെ ആൻസർ കിട്ടി VIOUER. ഓപ്ഷൻ ബി അല്ലേ നമ്മുടെ കറക്റ്റ് ആൻസർ വരും അങ്ങനെയാണെങ്കിൽ. അതെ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് മൈൻഡ് ബിക്കംസ് KGLB ആൻഡ് ആർഗ്യൂ ബിക്കംസ് YPESC, then what will be diagram be in that code? ഡയഗ്രത്തിൻ്റെ കോഡാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് എഴുതി വെക്കാം. മൈൻഡ് അതെന്തായി, KGLB, പിന്നെ ആർഗ്യൂ ഇതെന്തായി, YPESC. നമുക്കിതിനെ പ്രൈസ് വാല്യൂ ഒന്ന് ജസ്റ്റ് എഴുതി നോക്കാം. പ്രൈസ് വാല്യൂ M13 ആണ്, I 9 ആണ്, N 14 ആണ്, D 4 ആണ്, K 11, G 7, L 12, B 2. പിന്നെ അതേപോലെ തന്നെ A 1, R 18, G 7, U 21, E 5, Y 25 വരും, P 16 വരും, E 5 വരും, S 19 വരും, C 3 വരും. നമുക്കിത് രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ? കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഫസ്റ്റത്തെ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 13 - 2 ചെയ്തിട്ടുണ്ടെങ്കിൽ 11, 9 - 2 ചെയ്തിട്ടുണ്ടെങ്കിൽ 7, 14 - 2 ചെയ്തിട്ടുണ്ടെങ്കിൽ 12, 4 - 2 2. അതേപോലെ തന്നെ 1 - 2 ചെയ്തിട്ടുണ്ടെങ്കിൽ 25 വരും, 18 - 2 ചെയ്തിട്ടുണ്ടെങ്കിൽ 60 വരും, 7 - 2 ചെയ്തിട്ടുണ്ടെങ്കിൽ 5 വരും, 21 - 2 ചെയ്തിട്ടുണ്ടെങ്കിൽ 19 വരും, 5 - 2 ചെയ്തിട്ടുണ്ടെങ്കിൽ 3 വരും. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ, കോഡിലേക്ക് എത്താനുള്ള ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ -2 എല്ലാ ലെറ്ററിനും ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്ലേസ് വാല്യൂവിൽ എല്ലാ ലെറ്ററിലും നമ്മൾ ചെയ്യുന്നുണ്ട് -2. അപ്പോൾ നമുക്ക് ഡയഗ്രത്തിൻ്റെ കോഡ് കണ്ടുപിടിച്ച് നോക്കാം. ഡിൻ്റെ വാല്യൂ അറിയാം, D 4 ആണ്, I 9 ആണ്, A 1 ആണ്, G 7 ആണ്, R 18 ആണ്, A 1 ആണ്, M 13 ആണ്. -2 അല്ലേ ചെയ്യുന്നത്. 4 - 2 2 വരും, 9 - 2 എന്ന് പറയുമ്പോൾ 7 വരും. പിന്നെ അതേപോലെ തന്നെ G നെക്സ്റ്റ് A അല്ലേ. 1 - 2 എന്ന് പറയുമ്പോൾ എന്താണ് വരിക? നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ച് 25. പിന്നെ അത് കഴിഞ്ഞിട്ട് G - 2 എന്ന് പറയുമ്പോൾ G 7 ആണല്ലോ, 7 - 2 എന്ന് പറയുമ്പോൾ 5. R - 2 എന്ന് പറയുമ്പോൾ 60, A - 2 again 1 - 2 25, M - 2 എന്ന് പറയുമ്പോൾ 11. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് ലെറ്റർ എഴുതിയിട്ട് നമ്മുടെ ആൻസർ കിട്ടി. B2, 7 ഏതാണ്? G 7, Y 25, E 5, P 16, Y 25, K 11. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ BGYEPYK. BGYEPYK എന്ന് പറയുമ്പോൾ ഓപ്ഷൻ A ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ മാക്സിമം എല്ലാവർക്കും പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ വീഡിയോ
ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യണം. നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് നാളായിരുന്നു. ഒരു 3 വർഷത്തിന് മുന്നേ ആയിരുന്നു വീഡിയോ ഇട്ടിരുന്നത്. ഇപ്പം അധികം വീഡിയോ ജസ്റ്റ് ഒന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ട മാക്സിമം ഷെയർ ചെയ്യാം. നമ്മൾ മാക്സിമം കണ്ടൻറ്റ് എക്സാം റിലേറ്റഡ് കണ്ടൻറ്റ് ഇതിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.